ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ എഴുതുന്നത്, Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഇരിക്കും. Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഇരുന്നിട്ട് ആദ്യം ആരെയാണ് കാണുന്നത്, ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് A B സ്റ്റാർ A എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്തായാലും നമ്മൾ A ആദ്യം കണ്ടിരിക്കും. A കാണുന്നു. A കാണുമ്പോൾ എന്താണ്, അതിനെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്ത് നമ്മൾ റൈറ്റിലോട്ട് പോയി. അതായത് A എക്സ് വെച്ച് റീപ്ലേസ് ചെയ്ത് പിന്നെ റൈറ്റിലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലെത്തി. അതായത് A എന്ന് പറയുന്ന ആൽഫബറ്റിന്റെ റീഡിങ് കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി B ആണ് കാണാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്, സ്റ്റേറ്റ് മാറ്റി Q1 കൊടുത്തത്. ഇനി പറയുന്നത് B ഒന്നാവാം, ഒന്നിൽ കൂടുതലാവാം. അതായത് ഒന്നിൽ കൂടുതൽ B നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ B കണ്ടാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനെ Y വെച്ച് റീപ്ലേസ് ചെയ്ത് നമ്മൾ റൈറ്റിലോട്ട് പോകണം. എത്രയൊക്കെ B കാണുന്നോ അവരൊക്കെ എന്ത് ചെയ്യണം, Y വെച്ച് റീപ്ലേസ് ചെയ്ത് നമ്മൾ റൈറ്റിലേക്ക് ഈ ഡയറക്ഷനിൽ തന്നെയാണ് പോകേണ്ടത്. ഇനി അങ്ങനെ B എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് കാണാൻ പോകുന്നത്, A ആണ്. വീണ്ടും ലെറ്റർ ചേഞ്ച് വരുമോ, അതായത് ആദ്യം A കണ്ടു, പിന്നെ B കണ്ടു, പിന്നെ വീണ്ടും A കാണാൻ പോകുന്നു. അപ്പം എന്താണ് ഇവിടെ എഴുതേണ്ടത്, A കാണുന്നു, അപ്പോഴെല്ലാം എന്ത് ചെയ്യണം, എക്സ് വെച്ച് റീപ്ലേസ് ചെയ്ത് റൈറ്റിലേക്ക് പോയി. അങ്ങനെ Q2-ലെത്തി. അങ്ങനെ ഫൈനൽ സ്റ്റേറ്റിലെത്തി. അതായത് നിങ്ങളുടെ സ്ട്രിങ് A ആണ്. അവസാനം ഈ എയും നിങ്ങൾ റീപ്ലേസ് ചെയ്തിട്ട് പിന്നെയും റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താണ് കാണുന്നത്, ഇത് ഇത്രയും കഴിയുമ്പോൾ പിന്നെ ബ്ലാങ്ക് സിമ്പിളാണ് കാണുന്നത്. അത് കഴിയുമ്പോഴാണ് നമ്മൾ അക്സെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് അവസാനം ബ്ലാങ്ക് സിമ്പിൾ കണ്ടെങ്കിൽ ബ്ലാങ്ക് സിമ്പിളിനെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും റൈറ്റിലോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ഏത് ഫേസിലെത്തും, Q അക്സെപ്റ്റ് എന്ന ഫേസിലെത്തും. ഞാൻ പറഞ്ഞു ഈ ട്യൂറിംഗ് മെഷീനകത്ത് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് മാത്രമല്ല റിജക്ട് സ്റ്റേറ്റും കൂടെ വേണമെന്ന്. അപ്പോൾ ഒരു റിജക്ട് സ്റ്റേറ്റ് റഫായിട്ട് നമ്മൾ പറയുന്നു, നമ്മുടെ സ്ട്രിങ് A B സ്റ്റാർ A ആണ്. അപ്പം നമ്മൾ പക്ഷേ ആദ്യം തന്നെ B ആണ് കാണുന്നതെങ്കിൽ B തന്നെ വെച്ചുകൊണ്ട് റൈറ്റിലോട്ട് പോകുന്നു. പക്ഷേ അത് സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇത് റിജക്റ്റ് ആണ്. ഇനി ഇതല്ല, ഈ Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾ A ആണ് കാണുന്നത്. A നമ്മൾ XR ആക്കി മാറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ Q2 നമുക്ക് Q3 എന്ന് കൊടുക്കാം. Q3 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എത്തി. Q3 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ എന്ത് കണ്ടു, B കണ്ടു. B എല്ലാം Y വെച്ച് റീപ്ലേസ് ചെയ്ത് റൈറ്റിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ A എന്ന് പറയുന്നൊരിത് കണ്ടു. A എന്ന് പറഞ്ഞ് അതിനെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്ത് റൈറ്റിലോട്ട് പോയി. പിന്നെ Q4-ലെത്തി. വീണ്ടും നിങ്ങൾ B കാണുന്നു. B വെച്ച് Y വെച്ച് റീപ്ലേസ് ചെയ്ത് റൈറ്റിലോട്ട് പോയി. പക്ഷേ ഇങ്ങനൊരു സ്ട്രിങ് പോസിബിൾ അല്ല. അതായത് നമ്മുടെ A B സ്റ്റാർ A എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ Aയും കണ്ടു, Bയും കണ്ടു, പിന്നെയും B കണ്ടെന്ന് പറയുമ്പോൾ ഇതെന്ത് ചെയ്യണം, ഈ സ്ട്രിങ്ങിനെ നമുക്ക് റിജക്റ്റ് ചെയ്യാം. അപ്പം ഇത് ഇത്രയും ഭാഗം എഴുതാൻ പറ്റിയില്ലെങ്കിലും ഈ അക്സെപ്റ്റിംഗ് ഭാഗം ഇത്രയും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. ഇതാണ് A B സ്റ്റാർ Aയുടെ ഒരു ട്രാൻസിഷൻ ഡയഗ്രാം.